ഷെറിന് ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല. സർക്കാർ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി അവിടെ പരിഗണിക്കുകയും ചെയ്തു. ആ പരാതിയിൽ തുടർ നടപടികൾ അവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ ഗവർണർക്കോ ഒരു നടപടി എടുക്കാൻ ഇന്ത്യയിലെ തന്നെ ഒരു ഗവർണർക്കും കഴിയില്ല. ആ ഗവർണർ അത് സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. തുടർ നടപടികളുമൊക്കെ സ്വീകരിക്കേണ്ടത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഈ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതോടുകൂടി അവിടെ ചുവപ്പ് നാടയിൽ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അതിലെ നടപടികളൊന്നും ഉണ്ടാകാറില്ല. ഷെറിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷെറിൻ ചെറിയ മീനല്ല. ഷെറിൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിന്റെ ജയിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും ഒരാൾക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യങ്ങളും സന്തോഷവും ആനുകൂല്യങ്ങളും അവകാശങ്ങളും താല്പര്യങ്ങളും എല്ലാം നേടിയ ചരിത്രത്തിൽ കേരള ജയിൽ ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടും ഷെറിൻ മാത്രമായിരിക്കും. മന്ത്രിമാർ വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. രാഷ്ട്രീയ കേസുകളിൽ നിരവധി പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു പക്ഷേ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പോലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളും സപ്പോർട്ടും അവകാശങ്ങളുമെല്ലാം ഷെറിന് കിട്ടിയിട്ടുണ്ട്. ജയിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഷെറിനോടൊപ്പം കേസിൽ പ്രതിയായ 3 ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുകയാണ്. ഈ ഷെറിന് വേണ്ടി ബലിയാടായവർ